അസ്സലാമലൈക്കും, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇവിടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ വേദിയായ ഷാജി, ഉദ്ഘാടനം നടത്തിയ സുഹൃത്ത് വിജയൻ, അതുപോലെ ഇവിടെ വേദിയിൽ സദസ്യർക്കുള്ള സഹോദരന്മാരെ, ലെഗസി പ്രവാസി സംഘത്തിൻ്റെ ശരലയം 2025 എന്ന ഒരു കലോത്സവം സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ലെഗസി പ്രവാസി സംഘത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ്. കുറേദിയിൽ പലവിധ രാഷ്ട്രീയ മത സംഘടനകൾ എല്ലാം തന്നെയുണ്ട്. അവരൊക്കെ പരസ്പരം പല രീതിയിലും, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ നല്ല സഹകരണങ്ങൾ നടത്തിക്കൊണ്ട് നല്ല സഹകരണ മനോഭാവത്തോടുകൂടിയാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. സർവശക്തൻ അത് എന്നും നിലനിർത്തി തരട്ടെ. ഞാൻ അധികമൊന്നും പ്രസംഗിക്കുന്നില്ല, ഒരു പ്രാസംഗികനുമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം, ബാക്കിയുള്ള പ്രോഗ്രാമുകളൊക്കെ കാണാം. എങ്കിലും 2 മിനിറ്റ് ഞാൻ എടുക്കുകയാണ്. പ്രിയപ്പെട്ട AKM ഷെരീഫ് സാദിഖ്, അതെ, AKM ഷെരീഫ് ഞങ്ങളുടെ KMCസിൻ്റെ നേതാവാണ്. AKM സാദിഖ് ഇവിടെ സൂചിപ്പിച്ചിരുന്നു കേരളത്തിലെ കെടുതിയെക്കുറിച്ചും ഒക്കെ, MDMA-ക്ക് അടിയപ്പെടുന്ന ചെറുപ്പക്കാരെ കുറിച്ചൊക്കെ. എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരിൽ അരാഷ്ട്രീയം കിടന്നുകൂടിയത് കൊണ്ടാണ് ഇത്തരം ആക്ടിവിറ്റികളിൽ ചെന്ന് പെടുന്നത് എന്നുള്ള ഒരു ചിന്ത എന്നിലുണ്ടായിട്ടുണ്ട്. കാരണം രാഷ്ട്രീയം എന്തോ ഒരു മോശപ്പെട്ട ഏർപ്പാടാണ് എന്ന് പുതുതലമുറ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പ്രിയങ്കരനായ നെഹ്റു, EMS, AKG, ഫലിതത്തിൽ ധർമ്മത്തിൽ ചാലിച്ച് ഫലിതങ്ങൾ കൊണ്ട് നമ്മൾ ചിരിപ്പിച്ച EK നായനാർ, അതുപോലെ തന്നെ പാണക്കാട് സയ്യിദന്മാർ, നമ്മളെ കൈതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അത്തരം ആൾക്കാരൊക്കെ തന്നെ രാഷ്ട്രീയക്കാരായിരുന്നു, സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ മേലധ്യക്ഷന്മാരായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ വികസനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും നവോത്ഥാനത്തിന് ഊന്നൽ നൽകിയത് സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ ഒത്തുചേരലിലൂടെയാണ് എന്ന് ഈ ചെറുപ്പക്കാരെ, ഈ സംഘത്തെ, ഈ കൂടിയിട്ടുള്ള അൽഗസീമിലെ പ്രവാസികളായിട്ടുള്ള എല്ലാവരെയും ഞാൻ ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരം, ഇത്തരം പരിപാടികൾ, ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഖസീം പ്രവാസി സംഘം വളരെ മാസങ്ങളോളം ഒരുപക്ഷെ എഫേർട്ട് എടുത്തിട്ടാവാം ഇത്രയും ഭംഗിയുള്ള ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടാവുക. സഹോദരി സോഫിയ, എൻ്റെ പ്രിയ സുഹൃത്ത് സുൽഫിയുടെ ഭാര്യയാണ്. ഞാൻ അവരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ഈ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ടാവും. കുട്ടികളുടെ അനീഷൊക്കെ ചേർന്നിട്ട്, അനീഷിന്റെ ഭാര്യ നല്ലൊരു നർത്തകി ടീച്ചറും കൂടിയാണ്. അവരുടെയൊക്കെ ആ സാന്നിധ്യത്തിൽ വളരെ നല്ല റിഹേഴ്സലുകളൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ഇനിയും ഇവിടെ ഉണ്ടാവട്ടെ, നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം, ഗുഡ് ഈവനിങ്. ബഹുമാന്യനായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാസി സംഘടനകളുടെ നേതാക്കളെ, പ്രവാസി സംഘത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികളെ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രവാസി സഹോദരങ്ങളെ, ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. കാരണം നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് സ്വരലയം 2025 ആ ഗാനമേള കാണുവാനും ആസ്വദിക്കാനും വേണ്ടിയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നറിയാം. വളരെ ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്നറിയാം. ഇത്രയും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി വളരെ മുന്നൊരുക്കം ആവശ്യമാണ്, ഹാർഡ് വർക്ക് ആവശ്യമാണ്, പ്രവർത്തക പങ്കാളിത്തം ആവശ്യമാണ്. അതെല്ലാം
മാസങ്ങളോളം ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഇങ്ങനെ ഒരു സ്വരലയം 2025 പരിപാടി സംഘടിപ്പിച്ച ഗസീം പ്രവാസി സംഘത്തെ അതിൻ്റെ ഭാരവാഹികളെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ അഭിനന്ദിക്കുക. കാരണം പ്രവാസ ലോകത്ത് നമുക്ക് ഇത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിക്കുവാനും ഒരു ഗാനമേള കാണുവാനും അല്ല കലാപരിപാടികൾ ആസ്വദിക്കുവാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്. പ്രത്യേകിച്ചും ഈ ഗസീം പ്രവിശ്യയിൽ റിയാദിലും ദമാമിലും ഒക്കെ ധാരാളം ഗായകരും ഗാനമേളയും മറ്റുള്ള കലാപരിപാടികളും നടക്കുന്നുണ്ട്. ഇന്നും റിയാദിലെ മധു ബാലകൃഷ്ണന്റെ പരിപാടി റിയാദിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഗസീമിനെ സംബന്ധിച്ചിടത്തോളം ബുറൈദയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സാഹചര്യമാണ് നിലവിലുള്ളത്. ഇങ്ങനെയുള്ള കലാപരിപാടികൾ നമുക്ക് ആസ്വദിക്കുവാൻ പ്രവാസികൾക്ക് നമ്മുടെ ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഇങ്ങനെയുള്ള കലാപരിപാടികളെ ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇതിന് മുൻപും സംഘടിപ്പിച്ചിട്ടുണ്ട്. 3 മാസം മുമ്പ് OICC റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഒരു വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഗസീം പ്രവാസി സംഘവുമായി OICCക്ക് സഹോദരതുല്യമായ ഒരു ബന്ധമാണ് ഉള്ളത്. ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ ഇനിയും നമുക്ക് കഴിയട്ടെ. പ്രിയപ്പെട്ട ഉദ്ഘാടകനും അധ്യക്ഷ പ്രസംഗനൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രവാസികളെ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വർഗമാണ്. ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന നാട്ടിലൊരു ഉത്സവം നടന്നാലും പെരുന്നാൾ നടന്നാലും എന്തെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നാലും എന്തിനും കൈയയച്ച് സഹായിക്കുന്ന അതുവഴി സഹായിക്കുന്നവരാണ് നമ്മൾ പ്രവാസി സഹോദരങ്ങൾ. എന്നാൽ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നവരുടെ തിരിച്ചുള്ളൊരു പരിഗണന നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഒരിക്കലുമില്ല. അത് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മുടെ പ്രവാസികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഇനിയും നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. രാഷ്ട്രീയ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ യുവതലമുറയെ നമുക്ക് ഈ ലഹരിയിൽ നിന്നൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന വായനശാലകളും നാട്ടിൻപുറങ്ങളിലുണ്ടായിരുന്ന കളിക്കളങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയുള്ള പ്രയത്നത്തിൽ ഒരുമിച്ച് നടത്താം. ഈ പരിപാടിക്ക് സ്വരലയം 2005 എല്ലാവിധ ആശംസകളും എൻ്റെ വ്യക്തിപരമായ പേരിലും OICC ഗസീം സെൻട്രൽ കമ്മിറ്റിയുടെ പേരിലും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ചെയ്യുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി ഗസീം പ്രവാസ രക്ഷാധികാരി സെക്രട്ടറി സഖാവ് ഷാജി വയനാടിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കലാ സാംസ്കാരിക വേദി രക്ഷാധികാരി സെക്രട്ടറി സഖാവ് KP സാദി, അതുപോലെ തന്നെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടത്തേക്കുള്ള മുൻപില പ്രവാസി സംഘടന സ്പോൺസർമാർ, ഗസീമിലെ പ്രവാസി സുഹൃത്തുക്കളെ സഹോദരീ കഴിഞ്ഞ 2 വർഷത്തിലേറെക്കാലം ഗസീമിലെ വിവിധ ഭാഗങ്ങൾ ഈ സംഘടന ജൂണ്ട് തലത്തിൽ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ 2 പതിറ്റാണ്ട് കഴിഞ്ഞ ഈ ഘട്ടത്തിൽ സംഘടനയ്ക്ക് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാൻ പ്രവാസികളുടെയും സംഘടനയുടെ സ്ഥലത്ത് നിലനിർത്താൻ സംഘടന കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ രക്ഷാധികാരി സമിതി സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കേറെ അഭിമാനമാണ്. നിലവിലുള്ള രാഷ്ട്രീയകാര്യവും അതുപോലെ തന്നെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന മയക്കുമരുന്നിൻ്റെ വലിയ ദോഷഫലങ്ങൾ നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുക. അതിലേക്ക് വരുന്ന വഴിയെക്കുറിച്ച് ഇത് ഉദ്ഘാടനം ചെയ്ത സഖാവ് KP സാദിക്കും അതുപോലെ തന്നെ KMCCയുടെ പ്രതിനിധി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫൈസൽ ആലത്തൂർ വളരെ വിശദമായി ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അരാഷ്ട്രീയ വാദമാണ്, അരാഷ്ട്രീയ ചിന്തയാണ് ഇത്തരത്തിലുള്ള
യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതെന്തോ ഇതിൻ്റെ കുഴപ്പപ്പെട്ട സംഭവമാണ്. അതിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മളെ ആ തലമുറ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ചിന്ത നമ്മളെ ചില വീടുകളിലേക്ക് കാണാൻ വേണ്ടി കഴിയും. ഉദാഹരണത്തിന് പറയാം, ഞാൻ വന്നിട്ട് 32 വർഷക്കാലമായി. ഇവിടെ ആ കാലഘട്ടത്തിൽ ഇവിടെ മരിച്ചാലോ ഒരു അസുഖം വന്നാലോ അവരെ സംരക്ഷിക്കാനോ ഇവിടെ ഒറ്റപ്പെട്ട 1-2 ആളുകളില്ലാതെ ഒരു കൂട്ടായ്മ ഇല്ലാത്ത കാലഘട്ടത്തിൽ അന്നൊക്കെ മരിച്ച ആളുകൾ 3 മാസം 4 മാസം 5 മാസം 6 മാസം കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിന്ന് സ്വന്തം നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ മറിച്ച് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ നിലവിൽ വന്നതിന് ശേഷം അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനും കൂട്ടായി പ്രവർത്തിക്കാനും രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ ഫലം നമ്മളെ പ്രവാസികൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയും രാഷ്ട്രീയ ഇത്തരം പ്രവാസ സംഘടനകളൊക്കെ പുച്ഛത്തോടെ കാണുന്ന ഈ പ്രവാസികളുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയത്തെ കേവലം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഞങ്ങൾ പ്രവാസ സംഘത്തിലേക്ക് എന്ന് മാത്രമല്ല പറയുന്നു. ഏത് പ്രവാസ സംഘടനയാണെങ്കിലും അവരുടെ ഉത്തരവാദിത്വം പ്രവാസികൾ പ്രവർത്തിക്കുന്ന അവരുടെ ഉത്തരവാദിത്വം അത്തരം കാര്യങ്ങളിലാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയുമെന്ന് തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവാസി സുഹൃത്തുക്കളെയും ഇവിടെ നടക്കാൻ പോകുന്ന സർവേ 2001 പരിപാടിക്ക് കൃഷി പ്രവാസ സംഘം വിശാല സമിതിക്ക് വേണ്ടി അഭിവാദിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. നിങ്ങൾക്ക് എന്നെ അഭിവാദിക്കുന്നു. പ്രതിനിധി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രക്ഷാധികാരി ശ്രീ സാദിഖ്, മുഖ്യ രക്ഷാധികാരി ശ്രീ ഷാജി വയനാട്, വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രവാസി സുഹൃത്തുക്കളെ, കസീം പ്രവാസി സംഘം സ്വരലയം 2025 പരിപാടി ആലോചനാ ഘട്ടത്തിൽ തന്നെ ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ കുടുംബവേദിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ ഊർജ്ജസ്വലതയോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടിയെ ഏറ്റെടുത്തത്. സമ്മർദ്ദമേറിയ ജോലി തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതൃസംഘടന നേതൃത്വം നൽകുന്ന പരിപാടി വിജയിപ്പിക്കുക എന്നതിലുപരി വളരെയേറെ സന്തോഷം നൽകുന്നതാണ്. കസീം പ്രവാസി സംഘം ഏറ്റെടുത്ത ഏത് പരിപാടിയും വൻ വിജയമായിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതാണ് അതിൻ്റെ ചരിത്രവും. ഇതിൻ്റെ ഒരു ഭാഗമായി എടുക്കാൻ സാധിച്ചതിൽ അതാണ് ഞങ്ങളുടെ അഭിമാനവും. സുലക്ഷണയെ പോലുള്ള പ്രതിഭകൾ മാസങ്ങളായിട്ടുള്ള അവരുടെ എഫേർട്ടിനെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ അൽക്കസീമിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളുടെ വേറിട്ടൊരു കുടുംബ സംഗമ വേദിയായി വളരാനും കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും അതുപോലെ തന്നെ മലയാള മിഷൻ, ബാലവേദി തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടേതായിട്ടുള്ള കയ്യൊപ്പ് ചാർത്താൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ഏത് പരിപാടിക്കും സർവ്വവിധ പിന്തുണയും അറിയിക്കുന്നു. ഇനിയും ഒരുപാട് പരിപാടികൾ നേതൃത്വം ചെയ്യാൻ സാധിക്കട്ടെ. ഒപ്പം സ്വരലയം 2025 എന്ന ഈ പരിപാടിക്ക് കുടുംബവേദിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അൽകസീം പ്രവാസി സംഘം ഇതുവരെ നടത്തിയ പരിപാടികൾ ഓരോന്നും അൽകസീം പ്രവാസി സമൂഹത്തിൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നതും അത് ചരിത്ര ഏടായി നിലനിൽക്കുന്നതുമാണ്. അതുപോലെ അതിലുപരി കസീം പ്രവാസി സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു ചരിത്ര കാവായി പ്രാതിനിധ്യമാൻ കസീം പ്രവാസി സംഘം ഈ 2025 വിജയഭാഗമാകുവാൻ ഇവിടെ എത്തിച്ചേർന്ന സരിഗമപ്പ പ്രേമവും അതിലുപരി പിന്നണി ഗാനരംഗത്ത് ചുവടുറപ്പിന്റെ അക്ബർ ഖാനെയും അതോടൊപ്പം പ്രശസ്ത പിന്നണി ഗായിക സുമി അരവിന്ദനെയും കസീമിന്റെ പൊതുസമൂഹത്തിന്റെ സ്നേഹവായ്പോടും ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുമി അരവിന്ദ്.